എന്നുള്ളൊരു പ്രത്യാശ. കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷ സന്ദേശത്ത് ദേശത്ത് വിളംബരം ചെയ്യുമ്പോൾ സംഘടനയോ ഭൗതികമായ നേട്ടങ്ങളെ മുൻനിർത്തിക്കൊണ്ടല്ല ഈ സന്ദേശം ഈ ദേശത്തോട് അറിയിക്കുന്നത്. പിന്നെയോ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ അനുയായികളായി ഞങ്ങൾ നിലകൊള്ളുമ്പോൾ, അതിൻ്റെ പ്രഭാഷകരായി ഞങ്ങൾ നിലകൊള്ളുമ്പോൾ ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്. ഇന്ന് ഇവിടെ വീണ് മരിച്ചാൽ ഞങ്ങൾക്ക് ഭയമില്ല, തെല്ലുമില്ല. അടുത്തൊരു പൊൻപുലരിയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവെങ്കിൽ ഞങ്ങൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വിശ്വാസവും പ്രത്യാശയും ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ആലേഖനം ചെയ്തിട്ടുണ്ട്. ആ നിത്യതയെ ഞങ്ങൾ അവകാശപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടെ ദേശത്തോട് പറയാം. ദേശത്ത് ഞങ്ങൾ ശ്രമിക്കുന്ന പ്രബുദ്ധരായ കേൾവിക്കാരെ, ദേശനിവാസികളെ, മറ്റു പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിനെ ദേശത്ത് ഞങ്ങൾ ഉയർത്തുമ്പോൾ ആ യേശുക്രിസ്തുവിലൂടെ മാനവജനതയ്ക്ക് അവകാശമാക്കുവാൻ കഴിയുന്ന നിത്യതയുടെ അനുഭവത്തിന് താങ്കൾ യോഗ്യരാകണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം താങ്കളുടെ ശരീരത്തിനകത്ത് ദൈവം പകർന്നിരിക്കുന്ന ആത്മാവിൻ്റെ വില അതെത്രയാണെന്ന് താങ്കൾ തിരിച്ചറിയണം. മനുഷ്യൻ്റെ അകത്ത് ദൈവം പകർന്നിരിക്കുന്ന ആത്മാവിൻ്റെ വില വിശുദ്ധ ബൈബിൾ ഇപ്രകാരം വിളിച്ചു പറയുന്നത് സർവ്വലോകത്തെക്കാളും വിലയുള്ളതാണ്. ഈ സർവ്വലോകത്തിൽ നമുക്ക്, ഈ ഭൂമിയിൽ നമുക്ക് അവകാശപ്പെടുത്തുവാൻ കഴിയുന്ന സമ്പത്തുക്കൾ, വെള്ളി, പൊന്ന്, മറ്റുള്ളതായ ഭൗതികമായ നേട്ടങ്ങൾ എല്ലാം സ്വരുക്കൂട്ടി വച്ചാലും, ഈ ഭൂമിയെ നമ്മൾ അവകാശപ്പെടുത്തി വച്ചാലും, അതിൻ്റെ ഭൗതികമായ നേട്ടങ്ങളെ ഈ മനുഷ്യൻ്റെ അകത്ത് ദൈവം പകർന്നിരിക്കുന്ന ആത്മാവിനോട് തുലനം ചെയ്താൽ ഇതിലൊന്നും തന്നെ തുല്യപ്പെടുത്തുവാൻ കഴിയത്തില്ല. അതിലൊക്കെ ഏറെയാണ് മനുഷ്യൻ്റെ അകത്ത് ദൈവം വച്ചിരിക്കുന്ന ആത്മാവിൻ്റെ വില. ആ ആത്മാവിൻ്റെ വിലയെ ഞങ്ങളും ദൈവാത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സ്വയമായ സാമ്പത്തിക നന്മകൾ ഇതിനു വേണ്ടി ചിലവഴിച്ച് ദേശാന്തരങ്ങളിൽ ഈ സുവിശേഷത്തിൻ്റെ വിത്തുകൾ ഞങ്ങൾ വിതറുവാനിടയാകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇത് ഒരു മതത്തിൻ്റെയല്ല, ഇതൊരു സംഘടനയുടെയല്ല, സാർവത്രികമായി അഖില ലോക ജനവിഭാഗം അറിയേണ്ട മാനവ ജനതയുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് നിങ്ങൾ അവകാശിയാകേണ്ടതിന് തിരിച്ചറിയേണ്ട ഒരു സന്ദേശമാണ് ഈ സന്ദേശം. ഈ നിത്യജീവന് താങ്കൾ അവകാശിയാകണമെന്ന് സ്നേഹത്തോടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഇതൊന്നും തിരിച്ചറിയാതെ മനുഷ്യന് മരണമുണ്ടെന്നും മനുഷ്യന്റെ മരണത്തിനപ്പുറത്ത് നിത്യമായ ജീവൻ മനുഷ്യന് വേണ്ടി ദൈവം വച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാതെയാണ് മനുഷ്യൻ പലതിൻ്റെയും പിന്നാലെ കടന്നു പോകുന്നത്. മദ്യത്തിൻ്റെ പിന്നാലെ, മയക്കുമരുന്നിൻ്റെ പിന്നാലെ. ഈ ആധുനിക യുഗത്തിൽ MDMA പോലുള്ള മാരകമായ വിഷമരുന്നിന് മനുഷ്യൻ അടിമയാകുകയാണ്. ഈ മയക്കുമരുന്നുകൾ മനുഷ്യൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ മനുഷ്യന്റെ ചേതോ വികാരം ഇങ്ങനെയാണ്. അവൻ ശാരീരികമായും അവൻ മാനസികമായും അനുഭവിക്കുന്ന വ്യഥകൾ, വേദനകൾ, പീഡകൾ, കഷ്ടതകൾ, അതിൽ നിന്ന് ഒരു ഉദ്ധാരണത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഈ MDMA ഉപയോഗിക്കുന്നത്. മറുഭാഗത്ത് മനുഷ്യന്റെ ശാരീരിക ഇച്ഛയുടെ നിവർത്തീകരണത്തിന് വേണ്ടി, ശരീരത്തിൻ്റെതായ ആ ഇച്ഛാ നിവർത്തിക്ക് വേണ്ടി, ജഡത്തിന്റെ സുഖത്തിന് വേണ്ടി മനുഷ്യൻ MDMA പോലുള്ള മാരകമായ വിഷമരുന്നുകൾ ഉപയോഗിക്കുകയാണ്. ശ്രദ്ധിക്കണമേ, ഇത്തരത്തിലുള്ള വിഷമരുന്നുകൾക്ക് മനുഷ്യൻ അടിമയാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ വിഷമരുന്നിന് താങ്കൾ അടിമയാകണ്ട. താങ്കൾ ഈ മയക്കുമരുന്നിന്റെ പിന്നാലെ പോണ്ട. പിന്നെയോ താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ ശാരീരികമായും മാനസികമായും താങ്കൾ അനുഭവിക്കുന്ന വ്യതകൾക്കൊരു ശാശ്വത പരിഹാരമാണ് കർത്താവായ യേശുക്രിസ്തു. പ്രിയ സ്നേഹിതരെ, ഈ സന്ദേശം അറിയിക്കുന്ന ഞങ്ങളിൽ ചിലരും ചില വർഷങ്ങൾക്ക് പുറകിൽ മാരകമായ വിഷമരുന്നിന് അടിമയായിരുന്നു. ഒരിറ്റ് സമാധാനത്തിന് വേണ്ടി കുടുംബത്തിൽ സമാധാനം, സ്വസ്ഥതയില്ലാതെ മദ്യപിച്ച് കയറി വരുന്ന പിതാവിനെ, ആ പിതാവിൻ്റെ പീഡാനുഭവങ്ങൾ കണ്ടുകൊണ്ട് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളും അതിൻ്റെ പിന്നാലെ പോയ ചില നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. അല്പസമാധാനത്തിനു വേണ്ടി, ശാരീരികമായ സുഖത്തിനു വേണ്ടി, മാനസികമായും ശാരീരികമായും ഞങ്ങൾ അനുഭവിച്ച വേദനകൾക്ക് പരിഹാരത്തിന് വേണ്ടി ഞങ്ങൾ മയക്കുമരുന്നിൻ്റെ പിന്നാലെ പോയ ഇരുണ്ട നിമിഷങ്ങൾ, കാലഘട്ടങ്ങൾ, വർഷങ്ങൾ വേദനയോടെ ഞങ്ങൾ ഓർക്കുന്നു. ആ നിമിഷങ്ങളിൽ ഞങ്ങളെ
ഞങ്ങൾക്ക് നിലനിൽക്കുന്ന സമാധാനമോ സന്തോഷമോ ആശ്വാസമോ തരുവാൻ മതപുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. ഡി അഡിക്ഷൻ സെന്ററുകൾക്ക് കഴിഞ്ഞില്ല. നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചു വരുന്ന അത്തരത്തിലുള്ള ഒരു പ്രവർത്തന മേഖലകൾക്കും കഴിയാതിരുന്നപ്പോൾ ഇത്തരത്തിൽ പൊതുകവലകളിൽ നിന്നുകൊണ്ട് യുവ സഹോദരങ്ങൾ, അപ്പച്ചന്മാർ, പ്രായമുള്ള അപ്പച്ചന്മാർ വിശുദ്ധ ബൈബിളിനെ കരങ്ങളിലേന്തി സ്വർഗത്തേക്ക് ഉയർത്തിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ. താങ്കളുടെ ശരീരത്തിലും താങ്കൾ മാനസികമായി അനുഭവിക്കുന്ന വേദനകൾക്കും വ്യതകൾക്കും ശാശ്വതമായ പരിഹാരം തന്ന് താങ്കൾക്ക് ഇഹലോകത്തിൽ സമാധാനവും സ്വസ്ഥതയും പ്രദാനം ചെയ്തുകൊണ്ട് മരണാനന്തരം താങ്കളെ രക്ഷിപ്പാൻ നിത്യജീവനിലേക്ക് താങ്കളെ കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിപ്രഭാവമുണ്ടെന്നുള്ള സന്ദേശം കേവലം ഒരു കാതിൽ കൂടി കേട്ട മറുകാതിൽ കൂടി ഞങ്ങൾ പുറത്തേക്ക് തള്ളിയില്ല പ്രിയരെ. ആ സന്ദേശം ഞങ്ങളുടെ ഹൃദയത്തിനകത്തൊരു ചാട്ടുളി പോലെ തറച്ചു കയറുവാനിടയായി. ആ സന്ദേശത്തിന്റെ പ്രചോദനമാണ് ആ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്തത് കൊണ്ടാണ് സമൂഹത്തിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പുരുഷനായി ചിലരുടെ കണ്ണിന് അല്പം നിന്ദ്യമായി തോന്നിയാലും അഭിമാനത്തോടെ, ആദരവോടെ, സ്നേഹത്തോടെ ഈ സന്ദേശം വർത്താൽ യേശുക്രിസ്തുവിന്റെ രക്ഷയുടെ സന്ദേശം വിളിച്ചറിയിക്കുവാൻ, വിളംബരം ചെയ്യുവാൻ ഞങ്ങളെ പ്രചോദിപ്പിച്ചതായ ഘടകം. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ദേശത്തോട് ഉറക്കെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമം മാനവ ജനതയുടെ രക്ഷയ്ക്കായി, അത് യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണെന്ന് ഉറക്കെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഇത് വെറുമൊരു പ്രഖ്യാപനം മാത്രമല്ല, ഇത് വെറുമൊരു സന്ദേശം മാത്രമല്ല, ഇത് കേവലം ഒരു പ്രബോധനം മാത്രമല്ല, ഇത് കേവലം ഒരു പ്രഭാഷണം മാത്രമല്ല. പച്ചയായ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് ഈ ദേശത്തെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. പ്രിയ സ്നേഹിതരെ, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച പ്രതികൂലത്തിന്റെ നടുവിൽ ഞങ്ങളെ രക്ഷിച്ചത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തമാണ്. ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ, പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ 2024 ഡിസംബർ മാസം 25-ാം തീയതി എന്ന ഇന്നേ ദിവസം യേശുക്രിസ്തുവിന്റെ ജനനത്തെ ജാതി മതഭേദമന്യേ ലോകമെമ്പാടും ആഘോഷിക്കുമ്പോൾ ജനനത്തെ താങ്കൾ ഹൃദയത്തിൽ ഏറ്റെടുക്കണം. അതിലേറെ ഞങ്ങളെ പോലെയുള്ള പ്രഭാഷകർക്ക്, സന്ദേശകർക്ക് ഞങ്ങളെ വീണ്ടും വീണ്ടും ഈ സന്ദേശം അറിയിക്കുവാൻ, വിശുദ്ധിയോടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ ആവേശം കൊള്ളിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കാൾ യേശുക്രിസ്തുവിന്റെ മരണമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു മരിച്ചത്? അതിന്റെ വ്യക്തമായ ഒരു ധാരണ എന്നെ കേൾക്കുന്ന പ്രബുദ്ധരായ കേൾവിക്കാർ തിരിച്ചറിയണം. എനിക്കറിയാം ഈ ശബ്ദപരിധിയിൽ കൊച്ചു കുഞ്ഞുങ്ങൾ തുടങ്ങി പ്രായമായ വൃദ്ധമാർ വരെ ഈ ശബ്ദപരിധി കേൾക്കുന്നുണ്ട്. തിരിച്ചറിയണമേ, എൻ്റെ മാതാവ് എന്നുള്ള നിലയിൽ, എൻ്റെ പിതാവ് എന്നുള്ള നിലയിൽ, എൻ്റെ സഹോദരൻ എന്നുള്ള നിലയിൽ, എൻ്റെ പ്രിയ സഹോദരി എന്നുള്ള നിലയിൽ, എൻ്റെ കുഞ്ഞനുജൻ, എൻ്റെ കുഞ്ഞനുജത്തി എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ യാഥാർത്ഥ്യത നിങ്ങൾ തിരിച്ചറിയണം. യേശു ജനിക്കുന്നതിനും 700 വർഷങ്ങൾക്ക് പുറകിൽ പ്രവാചകനായ യെശയ്യാ പ്രവാചകനടക്കമുള്ള, ഇരമ്യാ പ്രവാചകനടക്കമുള്ള ദൈവം അംഗീകരിച്ച വിശുദ്ധ പ്രവാചകന്മാർ യേശുക്രിസ്തുവിന്റെ ജനനത്തെയും ജീവിതത്തെയും മരണത്തെയും ലോകത്തോട് വിളിച്ചു പറയുവാനിടയായി. പ്രിയ സ്നേഹിതരെ, 1-2 വർഷമല്ല, 5-10 വർഷമല്ല, 700 വർഷങ്ങൾക്ക് പുറകിൽ പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരുവൻ ജനിക്കാൻ പോകുന്നു, ഇങ്ങനെ ഒരുവൻ ജീവിക്കാൻ പോകുന്നു, ഇങ്ങനെ ഒരുവൻ മരിക്കാൻ പോകുന്നു, ഇങ്ങനെ ഒരുവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു എന്നുള്ള പ്രവചനാതീതമായ സന്ദേശം, യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സന്ദേശം ദേശാന്തരങ്ങളിൽ പ്രവാചകന്മാർ വിളിച്ചു പറയുവാനിടയായി. എന്തിനു വേണ്ടി? യേശുക്രിസ്തു ജനിക്കുന്നതിനും 700-1000 വർഷങ്ങൾക്ക് പുറകിൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സന്ദേശം വിളിച്ചു പറഞ്ഞു. ഇന്ന് 2024 എന്ന ഈ വർഷത്തിൽ എന്തുകൊണ്ട് ഞങ്ങളും വിളിച്ചു പറയുന്നു യേശുക്രിസ്തുവിന്റെ മരണത്തെ, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ എന്തുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു? ഈ സന്ദേശം ഞങ്ങൾ വിളംബരം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ എന്തിനു വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു മരിച്ചതെന്ന് താങ്കൾ തിരിച്ചറിയണം. ജനനത്തെ മാത്രം ആഘോഷിച്ച് ഇത് ഒരു മത ആചാര ചടങ്ങായി മാറ്റിവയ്ക്കല്ലേ പ്രിയരെ.
യേശുക്രിസ്തു എന്തിനു വേണ്ടി മരിച്ചു? കണ്ണുകൾ തറയ്ക്കും നിലവാരത്തിൽ തന്റെ ശിരസിൽ ഒരു മുൾമുടി എന്തുകൊണ്ട് ആഞ്ഞടിക്കാനിടയായി? തന്റെ ശരീരത്തിലെ രക്തവും വെള്ളവും പൂർണ്ണമായി വാർന്നൊഴുകത്ത നിലയിൽ ഒരു പടയാളി എന്തുകൊണ്ട് തന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി? തന്റെ ശരീരത്തിൽ നിഷ്കരുണം തന്റെ ശരീരത്തെ മുറിവേൽപ്പിക്കാനിടയായി. പീഡകൾ യേശു അനുഭവിക്കാനിടയായി. മാനവജനത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. പ്രിയ സ്നേഹിതരെ, പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി താങ്കൾ മല കയറണ്ട, കുന്നുകൾ കയറണ്ട, പുണ്യ നദികളിൽ നിമജ്ജനം ചെയ്യണ്ട, ഒരു മതയാചാരങ്ങളിലും താങ്കൾ അടിമപ്പെടേണ്ട, ഒരു പൈസ പോലും ഇതിന് ചെലവഴിക്കണ്ട. യേശുക്രിസ്തുവിലൂടെയുള്ള പാപവിമോചനം ഇത് സൗജന്യമാണ്. അത് താങ്കൾ തിരിച്ചറിയണം. ഒരു വാക്ക് താങ്കളുടെ ഹൃദയത്തിനകത്ത് നിന്ന് താങ്കൾ പറയുവാനിടയാകണം, യേശുവേ, ഞാനൊരു പാപിയായ മനുഷ്യൻ, അങ്ങയുടെ രക്തത്താൽ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ വീണ്ടെടുത്ത് നിത്യമായ രക്ഷയ്ക്ക് എന്നെ അവകാശിയാക്കണമെന്ന് ഒരു വാക്ക് താങ്കൾ ഹൃദയത്തിൽ നിന്ന് ഉരുവിടുവാൻ തയ്യാറായാൽ, താങ്കൾ അനുഭവിക്കുന്ന താങ്കളുടെ ശാരീരികവും മാനസികമായ വ്യതകളെ നീക്കി പാപത്തിൽ നിന്ന് താങ്കളെ രക്ഷിച്ച് നിത്യജീവനെ താങ്കളെ യേശു അവകാശിയാക്കുവാനിടയായി തീരും. പ്രിയ സ്നേഹിതരെ, എൻ്റെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ വിരാമമിടുമ്പോൾ ഒരു വാക്കുകൂടെ പറഞ്ഞ് എൻ്റെ സന്ദേശത്തിന് ഞാൻ വിരാമമിടാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു ഇതാ വാനമേഘത്തിൽ മടങ്ങി വരുവാൻ സമയമായിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ലോകത്തിലേക്കുള്ള രണ്ടാമത്തെ വരവ് സമാഗതമായിരിക്കുന്നു എന്ന് ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. എൻ്റെ മുമ്പിൽ സമയത്തിന് പരിമിതിയുള്ളത് കൊണ്ട് ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വിശുദ്ധ ബൈബിൾ അസന്നിഗ്ധമായി വിളിച്ചു പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. നാം ജീവനോടെ ഭൂമിയിൽ ശേഷിക്കുന്നു എങ്കിൽ ആ കർത്താവിനോട് ഒരുമിച്ച് രൂപാന്തരപ്പെട്ട് മേഘങ്ങളിൽ സ്വർഗോന്നതികളിൽ നാം എടുക്കപ്പെടുവാനിടയായി തീരും. അതേ പ്രിയരെ, യേശു മടങ്ങി വരുവാൻ സമാഗതമായിരിക്കുന്നു. മടങ്ങി വരവിനായി ഒരുങ്ങുവാൻ ഈ ക്രിസ്മസ് ദിനത്തിൽ ദേശത്തെ ഞങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. തുടർന്ന് ദൈവദാസന്മാർ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. പ്രിയരെ,